ഒരു കാറ് വാങ്ങുന്നത് മണ്ടത്തരമാണോ? ഒരിക്കലുമല്ല എന്ന് ഞാൻ പറയില്ല. ഞാൻ അരുൺ ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് പിശുക്കൻ. ഒരു കാറ് വാങ്ങുമ്പോൾ നമ്മൾ ശരിക്കും എന്താണ് ചെയ്യുന്നത്? 10 രൂപ വിലയുള്ള ഒരു സാധനം നമ്മൾ ലോൺ എടുത്ത് വാങ്ങുന്നു. ഇതിൻ്റെ പലിശ അടക്കം ഈ ലോൺ അടച്ച് തീർക്കാൻ നമുക്ക് 15 രൂപ ചിലവാകുന്നു. അങ്ങനെ പലിശ അടക്കം 15 രൂപ അടച്ച് നമ്മൾ ഈ ലോൺ ക്ലോസ് ചെയ്യുമ്പോൾ വാങ്ങുമ്പോൾ 10 രൂപ വിലയുണ്ടായിരുന്ന ആ സാധനത്തിൻ്റെ മൂല്യം കുറഞ്ഞ് 5 രൂപ ആയിട്ടുണ്ടാവും. സോ ദിനം പ്രതി മൂല്യം കുറയുന്ന ഒരു സാധനത്തിന് അതിൻ്റെ മൂല്യത്തേക്കാൾ കൂടിയ വില നമ്മൾ പലിശ ഇനത്തിൽ കൊടുത്ത് നമ്മൾ വാങ്ങി വെക്കുന്നു. ഇതാണ് ഒരു കാർ വാങ്ങുമ്പോൾ സംഭവിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു മണ്ടത്തരമാണോ? അല്ല. കാരണം നമ്മൾ എന്തിനാണ് കാർ വാങ്ങുന്നത്? നമ്മൾ കാർ വാങ്ങുന്നത് അതിനൊരു പർപ്പസ് ഉണ്ട്. അത് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയാണ്, നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടിയാണ്. നമ്മളൊരു തിരക്കുള്ള ബസ്സിൽ തൂങ്ങിപ്പിടിച്ച് യാത്ര ചെയ്യുന്നതോ അല്ലെങ്കിൽ ഈ മഴയും വെയിലും കൊണ്ടൊരു ബൈക്കിൽ പോകുന്നതോ അതിനേക്കാളും കംഫർട്ടാണ് നമുക്കൊരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ. സോ നമ്മൾ ഒരു കാർ വാങ്ങുമ്പോൾ ഇറ്റ് ഡെഫിനറ്റ്ലി ഇംപ്രൂവ്സ് യുവർ ക്വാളിറ്റി ഓഫ് ലൈഫ്, അല്ലേ? നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ ക്വാളിറ്റി ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്തായാലും ഇമ്പ്രൂവ് ആവുന്നുണ്ട്. സോ അതിൻ്റെ മൂല്യം കുറയുന്നത് നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ നമ്മുടെ ഒരു പർപ്പസിന് വേണ്ടിയാണ് അത് വാങ്ങിയത്. ആ പർപ്പസ് നടക്കുന്നുണ്ടെങ്കിൽ, നമ്മളത് കൃത്യമായി ഉപയോഗിച്ച് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ആവുന്നുണ്ടെങ്കിൽ ഒരു കാറ് വാങ്ങുന്നതിന് മണ്ടത്തരമായി ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ മണ്ടത്തരം കാണിക്കുന്നവരുണ്ട്. അത് ഏത് കാറ്റഗറിയാണെന്ന് പറഞ്ഞാൽ, എന്തായാലും ഒരു കാറ് വാങ്ങിയേക്കാം. കാരണം നമ്മുടെ നൈബറിനൊരു കാറുണ്ട്, നമ്മുടെ റിലേറ്റീവ്സിന് കാറുണ്ട്, എൻ്റെ കൊളീഗ്സിനുണ്ട്, എൻ്റെ ഫ്രണ്ട്സിനുണ്ട്. അപ്പോൾ പിന്നെ എനിക്കും ഒരു കാറാവാം എന്ന രീതിയിൽ ഒരു കാറ് വാങ്ങുന്നവരുണ്ട്. ഇവർ ഈ കാറ് വാങ്ങിക്കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്നത് വീട്ടിലെ എല്ലാവരും കൂടെ പുറത്തേക്ക് പോകുന്ന സമയത്തായിരിക്കും. അത് ചിലപ്പോൾ വർഷത്തിൽ 1-2 തവണ മാത്രമായിരിക്കും. അല്ലാത്ത സമയത്തൊക്കെ ഈ കാറ് വെറുതെ അവിടെ കിടക്കുകയാണ്. അപ്പോൾ അവർ ചിന്തിക്കും, ഒരു കാറല്ലേ, അത് ഉപയോഗിക്കുന്നില്ല, പെട്രോളൊന്നും അടിക്കുന്നില്ല, ചിലവില്ലല്ലോ. പക്ഷേ നേരത്തെ പറഞ്ഞ ഈ ഡിപ്രീസിയേഷൻ, ഈ മൂല്യം കുറയുന്നത് ഈ കാറിനും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീട്ടിൻ്റെ മുറ്റത്ത് ഉപയോഗിക്കാതെ കിടക്കുന്ന ആ കാറിൻ്റെ മൂല്യം എല്ലാ ദിവസവും കുറഞ്ഞു വരികയാണ്. എന്നാൽ ഇതിൻ്റെ മൂല്യത്തേക്കാൾ ഉയർന്ന തുക പലിശയും കൂടെ ചേർത്ത് എല്ലാ മാസവും ഇവർ EMI ആയിട്ട് അടയ്ക്കുന്നുണ്ട്. സോ മൂല്യം കുറഞ്ഞു വരുന്ന ഒരു വസ്തുവിന് അതിൻ്റെ വിലയേക്കാൾ ഉയർന്ന തുക ദിനം പ്രതി ഇവർ അടച്ചുകൊണ്ട് പോകുന്നു. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരു മണ്ടത്തരം തന്നെയാണ്. ദിവസവും വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു വെറുതെ വാങ്ങി വെച്ച് അതിൻ്റെ വിലയേക്കാൾ കൂടിയ വില അടച്ചുകൊണ്ടിരിക്കുന്നത് ഫിനാൻഷ്യലി ഒരു മണ്ടത്തരമാണ്. ലോജിക്കലി ചിന്തിച്ചാലും മണ്ടത്തരം തന്നെയാണ്. പിന്നെ ഈ കാറിന് ഇൻഷുറൻസ് വേണം. ഓടിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് ഫ്യൂവൽ കോസ്റ്റ് വരുന്നുള്ളൂ. പക്ഷേ കാറിന് മെയിൻ്റനൻസ് വരുമല്ലോ. ഉപയോഗിക്കാതിരുന്നാൽ മെയിൻ്റനൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഉപയോഗിക്കാത്തതിൻ്റേതായ ചില മെയിൻ്റനൻസ് അതിന് വരും. അങ്ങനെ ഈ കാർ ഉപയോഗിച്ചില്ലെങ്കിലും അത് വെറുതെ അവിടെ കിടക്കുകയാണെങ്കിലും അതിനു വേണ്ടി നമ്മൾ തുക ചിലവാക്കേണ്ടി വരുന്നുണ്ട്, അതിനുവേണ്ടി പണം ചിലവാക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഇതൊരു മണ്ടത്തരം തന്നെയാണ്. സോ ഈ ഒരു മണ്ടത്തരം നിങ്ങൾ കാറ് വാങ്ങുമ്പോൾ ചെയ്യരുത്. നിങ്ങൾക്ക് അതിൻ്റെ പർപ്പസ് ഉണ്ടെങ്കിൽ മാത്രം ഒരു കാറ് വാങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾ ആ കാറ് വാങ്ങാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഈ കാറിനെ ഒരിക്കലും ഒരു അസറ്റായിട്ട് കാണരുത്. കാറ് നിങ്ങൾക്ക് പണം ഇങ്ങോട്ട് തരുന്നില്ല. ടാക്സി ആയിട്ട് ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാറിൽ നിന്ന് പണം കിട്ടും. അല്ലെങ്കിൽ ഈ കാറ് നിങ്ങൾക്ക് പണം തരുന്നില്ല. അതൊരു എക്സ്പെൻസാണ്, മേ ബി ഒരു ലക്ഷറിയാണ്. അപ്പോൾ ഈ ലക്ഷറി നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് വാങ്ങിക്കുക. അതേപോലെ നിങ്ങൾക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അത് മേടിക്കുക. നിങ്ങളുടെ വരുമാനം അനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു കാറ് കണ്ടുപിടിക്കാൻ കുറച്ച് കാൽക്കുലേഷനൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കണ്ടു നോക്കുക, ലിങ്ക് ഇവിടെ വരും. ഓക്കെ, അപ്പോൾ കാറ് വാങ്ങുന്നതിന് മുമ്പ് അത് അഫോർഡബിൾ ആണോ എന്നും കൂടെ നോക്കണം. പിന്നെ ഇതുപോലെ പർപ്പസ് ഉണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ ഒരു മണ്ടത്തരം കാണിക്കരുത്. ഇനി വേറൊരു കാറ്റഗറി ആൾക്കാരുണ്ട്. അവർക്ക് ഇതിലെ മണ്ടത്തരമൊക്കെ അറിയാം, പക്ഷേ അവർ സാഹചര്യം കൊണ്ട് ഈ ട്രാപ്പിൽ പെട്ടുപോകുന്നവരുണ്ട്. അതായത് കാറ് വാങ്ങിയിട്ടിട്ട് അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു കാറ്റഗറി ആൾക്കാരുണ്ട്. അത് മറ്റാരുമല്ല, വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അവർ വർഷത്തിലൊരിക്കൽ നാട്ടിൽ ലീവിന് വരുമ്പോൾ അവർക്ക് ഒരുപാട് ട്രാവൽ ചെയ്യണം, അല്ലേ? അവർ ട്രാവൽ ചെയ്യുമ്പോൾ കൂടെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഫാമിലി ഉണ്ടായിരിക്കും. എന്തായാലും അവർക്ക് ട്രാവലുണ്ട്. ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ആ സമയത്തേക്ക് ഒരു കാർ റെൻറ്റിന് നിൽക്കുന്നതിനേക്കാളും സ്വന്തമായിട്ടൊരു കാർ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അതുകൊണ്ട് പലരും ഗൾഫിൽ ജോലി ചെയ്യുന്ന ഭൂരിഭാഗം ആൾക്കാരും അവർക്ക് കൊണ്ട് സാധിക്കുമെങ്കിൽ ഒരു കാർ വാങ്ങിയിടും. അപ്പോൾ ഈ കാർ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാർ തന്നെയാണ്. പക്ഷേ അതിന് ഉപയോഗം വരുന്നത് വർഷത്തിലൊരിക്കലാണ്. അത് ഒരു മാസത്തേക്കോ മറ്റോ അവർ ലീവിനുള്ളപ്പോൾ മാത്രമേ ആ കാർ ഉപയോഗമുള്ളൂ. അല്ലാത്ത സമയത്ത് ആ കാർ അവിടെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ അവർക്കും പറ്റുന്നത് ഈ ഒരു മണ്ടത്തരമാണ്. കാരണം ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല.
പക്ഷേ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടോ? ഇതിന് സൊല്യൂഷൻ ഉണ്ട്. ഈ സൊല്യൂഷൻ കണ്ടുപിടിച്ചത് നമ്മൾ മലയാളികൾ തന്നെയാണ്. നമ്മുടെ വടകരയിലുള്ള കുറച്ച് ചേട്ടന്മാരാണ് ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചത്. ഈ ഗൾഫിലെ ലോട്ടറിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗൾഫുകാർക്ക് എല്ലാവർക്കും അറിയാം, അല്ലാത്തവരും കേട്ടിട്ടുണ്ടാവും. ഗൾഫിൽ മലയാളിക്ക് ലോട്ടറി അടിച്ചു, വലിയൊരു എമൗണ്ട് കിട്ടി. ഈ ഗൾഫിലെ ലോട്ടറിയുടെ എമൗണ്ട് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ടിക്കറ്റ് റേറ്റും കൂടുതലാണ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു മലയാളിക്ക് അവൻ്റെ ഒരു മാസം സാലറി ഒക്കെ വേണ്ടി വരും ചിലപ്പോൾ ഈ ടിക്കറ്റ് എടുക്കാൻ. അപ്പോൾ ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് പറ്റില്ല. അപ്പോൾ നമ്മൾ മലയാളികൾ കണ്ടുപിടിച്ചൊരു വഴി എന്ന് പറയുന്നത്, ആ റൂമിലുള്ള 5 പേരുണ്ടെങ്കിൽ 5 പേര്, അല്ലെങ്കിൽ 10 പേരുണ്ടെങ്കിൽ 10 പേര് ചേർന്ന് ഒരു ടിക്കറ്റ് എടുക്കും. ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ആ തുക 10ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇനി ലോട്ടറി അടിച്ചില്ലെങ്കിൽ ഒരു ആൾക്ക് നഷ്ടം വരുന്നത് ഒരു ലോട്ടറി ടിക്കറ്റിൻ്റെ 10-1 മാത്രമേ ഒരാൾക്ക് നഷ്ടം വരുന്നുള്ളൂ. ഇതേ ഐഡിയ ആണ് നമ്മുടെ വടകരയിലുള്ള ചേട്ടന്മാരും കാറ് വാങ്ങുന്ന കാര്യത്തിൽ ഉപയോഗിച്ചത്. ഇവരൊരു 4 പേര് ചേർന്ന് ഒരു കാറ് വാങ്ങി, നാട്ടിൽ ഒരു കാറ് വാങ്ങിയിട്ടു. ഇവർ 4 പേരും വർഷത്തിൽ 4 സമയത്തായിട്ട് ലീവിന് വരും. ഓരോ മാസം ഓരോരുത്തരായിട്ട് ആരാണോ നാട്ടിൽ വരുന്നത് അവർ ആ കാർ ഉപയോഗിക്കും. അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോകും. അതിനുശേഷം അടുത്ത ആൾ വരും, അയാൾ വന്ന് അത് ഉപയോഗിക്കും. ഓരോരുത്തരും ഉപയോഗിക്കുന്ന സമയത്ത് ഫ്യൂവൽ കോസ്റ്റ് മാത്രം അവർ നോക്കിയാൽ മതി. പിന്നെ EMI അടയ്ക്കുമ്പോൾ 4-1 ഒരാൾ കണ്ടാലും മതി. സോ ഒരു 8 ലക്ഷം രൂപയുടെ കാറാണ് വാങ്ങുന്നതെങ്കിൽ ഒരാൾക്ക് 2 ലക്ഷം രൂപയും അതിൻ്റെ പലിശയും, അതായത് ആകെ പലിശയുടെ 4-1 മാത്രം അയാളുടെ കയ്യിൽ നിന്ന് എടുത്താൽ മതി. ഈ ഒരു ഐഡിയ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നല്ല സുഹൃത്തുക്കളാണെങ്കിൽ ഇതുപോലെ പ്ലാൻ ചെയ്താണ് നാട്ടിൽ വരുന്നതെങ്കിൽ നിങ്ങൾക്കും പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു ഐഡിയ ആണിത്. ഈ ഐഡിയ എങ്ങനെയുണ്ട്? ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം അറിയാൻ അവർക്കും താല്പര്യമുണ്ട്. അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഒരു എക്സ്ട്രാ കാര്യം പറയാം. കാറ് വാങ്ങുന്നത് മണ്ടത്തരമാവുന്നത്, 1 നമ്മളത് ഉപയോഗിക്കാതിരിക്കുമ്പോഴാണ്, 2 നമുക്കത് അഫോർഡബിൾ അല്ലാതാവുമ്പോഴാണ്. അതായത് നമ്മുടെ വരുമാനം കൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റാത്തൊരു കാറ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ നമുക്കൊരു പണിയാവും. കാറിൻ്റെ അഫോർഡബിലിറ്റി നോക്കാൻ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയുടെ കാര്യം പറഞ്ഞു. അതിൽ ടേം എങ്ങനെ സെലക്ട് ചെയ്യണം, ഡൗൺ പേയ്മെൻറ്റ് എങ്ങനെ, EMI എങ്ങനെ, ഇതിനെക്കുറിച്ചൊക്കെ കണക്കുകൾ വളരെ ചുരുക്കി പറയുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം പറയാം. നിങ്ങൾക്കൊരു ബഡ്ജറ്റ് തീരുമാനിക്കുമ്പോൾ, നിങ്ങൾ എപ്പോഴും ഒരു കാറ് വാങ്ങുമ്പോൾ, ഇതൊരു തമ്പ് റൂളാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. കാറിൻ്റെ ബഡ്ജറ്റ് തീരുമാനിക്കാനുള്ള ഒരു തമ്പ് റൂളാണ്. നിങ്ങളൊരു കാറ് വാങ്ങുമ്പോൾ ആ കാറിൻ്റെ ബഡ്ജറ്റ് നിങ്ങളുടെ 1 വർഷത്തെ വരുമാനത്തേക്കാൾ കൂടാൻ പാടില്ല. ഇതാണ് ആ റൂള്. സോ നിങ്ങളുടെ 1 വർഷത്തെ വരുമാനം 5 ലക്ഷം രൂപയാണെങ്കിൽ നിങ്ങളൊരു 5 ലക്ഷം രൂപയുടെ കാറ് വാങ്ങാൻ പാടും. അതിനേക്കാളും വിലയുള്ള കാറ് നിങ്ങൾ വാങ്ങരുത്. നിങ്ങൾക്ക് 6 ലക്ഷം രൂപ വിലയുള്ള കാറായിരിക്കും വാങ്ങാൻ താല്പര്യം, പക്ഷെ അത് നിങ്ങൾ വാങ്ങരുത്. കാരണം അത് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിരിക്കില്ല. ഇതേപോലെ നിങ്ങളുടെ വരുമാനം 10 ലക്ഷം രൂപയാണെങ്കിൽ നിങ്ങൾ വാങ്ങേണ്ട കാറിൻ്റെ മാക്സിമം ബഡ്ജറ്റ് 10 ലക്ഷം രൂപയായിരിക്കണം. അതിൻ്റെ താഴെയുള്ളൊരു കാറ് വാങ്ങാൻ പറ്റിയാൽ അത്രയും നല്ലത്. അപ്പോൾ ഈ തമ്പ് റൂൾസ് പറയുമ്പോൾ എനിക്ക് വന്നൊരു സജഷനാണ്. അതിന് ഒരു ചെറിയ എക്സ്പ്ലനേഷനും കൂടെ വേണമെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ 1 വർഷത്തെ വരുമാനം അതിൻ്റെ ഒരു 20% ഒരു മാസത്തെ സാലറി എന്നാണെങ്കിലും വരുമാനത്തിൻ്റെ 20% എങ്കിലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റണം എന്നാണ് പറയുക. ഞാൻ പറയുന്നത് 1/3 ഓഫ് യുവർ സാലറി എന്നാണ്. ഇതിൻ്റെ മുൻപുള്ള വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. 1/3 ഓഫ് യുവർ സാലറി സേവ് ചെയ്യാൻ പറ്റണം എന്നാണ് ഞാൻ പറയുക. മിനിമം 20% എങ്കിലും സാലറി സേവ് ചെയ്യാൻ പറ്റണം. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ 1 വർഷത്തെ വരുമാനം 10 ലക്ഷമാണെങ്കിൽ അതിൻ്റെ 20%, 2 ലക്ഷം രൂപ 1 വർഷം സേവ് ചെയ്യാമെന്ന് കരുതുക. അങ്ങനെ 1 വർഷം 20% സേവ് ചെയ്യാൻ പറ്റിയാൽ ഒരു 5 വർഷം കൊണ്ട് 1 വർഷത്തെ വരുമാനത്തിന് തുല്യമായ തുക നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് 10 ലക്ഷം രൂപയാണ് 1 വർഷത്തെ വരുമാനമെങ്കിൽ അതിൻ്റെ 20%, 2 ലക്ഷം രൂപ 1 വർഷം നിങ്ങൾ സേവ് ചെയ്യുന്നു. അങ്ങനെ 5 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ടാവും. സോ നിങ്ങളുടെ 1 വർഷത്തെ വരുമാനത്തിൻ്റെ തുക, ആ ബഡ്ജറ്റിൽ നിങ്ങളൊരു കാർ വാങ്ങിയെങ്കിൽ 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ മുതൽ അടച്ചു തീർക്കാൻ കഴിയും. ബാക്കി വരുന്ന 1-2 വർഷം കൊണ്ട് അതിൻ്റെ പലിശയും നിങ്ങൾക്ക് അടച്ചു തീർക്കാം. സോ ഒരു 7 വർഷം കൊണ്ട് നിങ്ങൾ വാങ്ങുന്ന ഒരു കാറിൻ്റെ EMI അല്ലെങ്കിൽ ലോണ് മുഴുവനായി നിങ്ങൾക്ക് അടച്ചു തീർക്കാൻ പറ്റും. സോ ഈ തമ്പ് റൂള് വരുന്നത് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് 20% ആണ് എന്ന് കണ്ടിട്ടാണ്. കിട്ടുന്ന സാലറി ഒന്നിനും തികയാത്ത ആൾക്കാരുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു പ്രശ്നം എടുത്ത് തലയിൽ വെക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഫോർഡബിലിറ്റി നേരത്തെ ഞാൻ പറഞ്ഞ വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് തീരുമാനിക്കുക. അതിൽ നിങ്ങളുടെ വരവും ചിലവൊക്കെ വെച്ചിട്ടാണ് EMI കണക്കാക്കുന്നത്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്കത് വാങ്ങാൻ പറ്റുമെന്ന് തോന്നിയാൽ മാത്രം നിങ്ങളൊരു കാറ് വാങ്ങാൻ പോവുക. പിന്നെ നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ തന്നെ അതിനൊരു യൂട്ടിലിറ്റി ഇല്ലെങ്കിൽ അങ്ങനെ ഒരു കാറ് നിങ്ങൾ വാങ്ങരുത്. അതൊരു മണ്ടത്തരം തന്നെയാണ്. സോ ഫിനാൻഷ്യലി അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കേണ്ട. ആ പണം നിങ്ങൾക്ക് വേറെ എന്തിനു വേണമെങ്കിലും ചിലവഴിക്കാം. ഒന്നെങ്കിൽ ഒരു FD ഇടുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക. അതിനൊരു ഗ്രോത്ത് ഉണ്ടാവും. സോ ദിനംപ്രതി വില കുറഞ്ഞു വരുന്ന, മൂല്യം കുറഞ്ഞു വരുന്ന ഒരു സാധനത്തിന് വേണ്ടി നിങ്ങൾ കൂടുതൽ പണം വെറുതെ ചിലവാക്കണ്ട. യൂട്ടിലിറ്റി ഇല്ലെങ്കിൽ അത് ചിലവാക്കണ്ട. അപ്പോൾ ഇത്രയും പറഞ്ഞത് എൻ്റെ ചില തോട്ട്സാണ്. മേ ബി നിങ്ങളുടെ 1 വർഷത്തെ വരുമാനത്തേക്കാൾ ഉയർന്ന തുകയിലുള്ള കാറ് വാങ്ങിയവരുണ്ടാവും. എന്നിട്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ആ കാര്യം ഈ വീഡിയോയുടെ താഴെ ഒന്ന് ഷെയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ തോട്ട്സ് എനിക്ക് മാറ്റാമല്ലോ. ഇനി ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ 1 വർഷത്തെ വരുമാനത്തിനേക്കാൾ ഉയർന്ന തുകയ്ക്ക് കാറ് വാങ്ങി പ്രശ്നത്തിൽ പെട്ടവരുണ്ടെങ്കിൽ
അതും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഷെയർ ചെയ്യുക. കാരണം ഇത് കാണുന്ന പലർക്കും അതൊരു ഉപകാരമാകും. കാരണം റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നതിന് കുറച്ചുകൂടെ വാല്യൂ ഉണ്ടല്ലോ. ഈ വീഡിയോ ഇത്രയും നേരം നിങ്ങൾ കണ്ടെങ്കിൽ ഇത് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. സോ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഇത് മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.